രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ഇസാന് നല്ല രീതിക്ക് ചുമയും ജലദോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ളൊരു ടൈമില്ലായിരുന്നു, പരീക്ഷ ആയതുകൊണ്ട് തന്നെ രാവിലെ അവനെ വിടണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ സ്കൂൾ കഴിഞ്ഞ് പരീക്ഷ കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ അങ്ങോട്ടേക്ക് എത്താം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ സ്കൂളിലേക്ക് പോയിട്ടോ. സ്കൂളിലെത്തിയതും എവിടെ നിന്നൊക്കെയോ യൂട്യൂബർ എന്നൊക്കെയുള്ള വിളി. എൻ്റെ ഫാൻസ് തെറിയ ഫാൻസായിരുന്നു. വന്ന് ഹായ് ഒക്കെ പറഞ്ഞ് ഞാനങ്ങോട്ട് സ്റ്റാറായി. എൻ്റെ വീഡിയോ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും വർക്കായിട്ടില്ലെങ്കിൽ ഇസാൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഫുള്ള് ഞാൻ ഫേമസാണ്. ആകെ നാണം കിട്ടുമോ എന്ന് പറയാം അല്ലേ? എനിക്ക് ഭയങ്കര നാണം വന്നു. ഈ കുട്ടികളെല്ലാം കൂടി യൂട്യൂബറാണ് അത്. കുട്ടികളെ പറ്റിച്ച് പോകുന്നു പറയാം. എൻ്റെ അമ്മച്ചീനെ പറ്റി എൻ്റെ അഭിപ്രായം പറയും. ഓൻ്റെ മാനവും പോയി, എൻ്റെ മാനവും പോയി, രണ്ടാളും മാനവും പോയി എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരാശ്വാസം, കുട്ടികളുടെ ഇടയിൽ നമ്മൾ ഫേമസ് ആണ്, അത് മതി. ഇതാൻ്റെ സ്കൂളിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഫുള്ള് ഫേമസ് ആണ്. ഏതാ ടാറ്ററിലൊക്കെ ഞാനിങ്ങോട്ട് സെലിബ്രിറ്റി ആയിപ്പോയി, സെലിബ്രിറ്റി. അങ്ങനെ അവിടെയുള്ള കുട്ടികളെല്ലാം പറ്റിച്ചങ്ങാണ്ട് ഞാനങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ക്യാമറാമാൻ ഇസാൻ ആയതുകൊണ്ട് തന്നെ അവൻ്റെ കഴിവിൻ്റെ പരമാവധി എനിക്കിന്ന് എടുത്തു തരാൻ നോക്കിയിട്ടുണ്ട്. കുറച്ച് ചാട്ടം കൂടുതലാണെന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല വീഡിയോയ്ക്ക്. പിന്നെ ഏതായാലും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. ഹോസ്പിറ്റലിലെത്തി ഞങ്ങൾ ടോക്കൺ നമ്പറൊക്കെ എടുത്ത് അതിന് ശേഷം ഡോക്ടറെ കാണാനുള്ള വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി കേട്ടോ. അവന് അത്യാവശ്യം മരുന്നുകളെല്ലാം വാങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ നേരെ ഇറങ്ങിയപ്പോഴാണ് അവൻ പറഞ്ഞത് അവൻ എന്തെങ്കിലും വാങ്ങി തന്നേ പറ്റുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ എൻ്റെ മകന് ചെറുതിലേക്കൊന്നും കണ്ടുപോയില്ല കേട്ടോ. പോയത് വലിയ ഐറ്റംസിലേക്കായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളൊരു വലിയ ഡയറി മിൽക്കും വാങ്ങി, പിന്നെ 2 ലോട്ടി ചോക്ക് പോയി വേണമെന്ന് പറഞ്ഞു അവന് പിന്നെ അതും വാങ്ങി. അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ അധികം കറങ്ങാൻ നിന്നില്ല, പിന്നെ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.